നിങ്ങൾക്കറിയാവോ ഇവിടെ UK-ല് പ്ലക്കിംഗ് ഫ്ലവേഴ്സ് സീംസ് ഹാംലെസ്, പക്ഷേ നല്ല ലീഗൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അതായത് ആസ് എ വൈൽഡ് ലൈഫ് ആൻഡ് കൺട്രി സൈഡ് ആക്ട് 1981 സെക്ഷൻ 13 അനുസരിച്ച് നമ്മൾ ലാൻഡ് ഓണറിന്റെ പെർമിഷൻ ഇല്ലാണ്ട് പ്ലാന്റ് അപ്രൂട്ട് ചെയ്യുന്നത് ഒരു ഒഫൻസ് ആണ്. അതിപ്പോൾ കോമൺ സ്പീഷീസ് ആയിട്ടുള്ള ഡാഫോഡിൽസ് പോലത്തെ പൂക്കളും ചെടികളൊക്കെ ആണെങ്കിൽ കൂടി അതൊരു ഒഫൻസ് ആണ്, കാരണം നമ്മൾ ചെയ്യുന്നത് ഇല്ലീഗൽ ആക്ട് ആണ്. പക്ഷെ നമ്മൾ ഓട്ടോമാറ്റിക്കലി സാധാരണ ഒരു ഡാഫോഡിൽ പൂ പറിക്കുവാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു ഇല്ലീഗൽ ആക്ട് ആവുന്നില്ല. പക്ഷേ നമ്മൾ പറിക്കുന്നത് ഒരു ആക്സസ് പ്രൊഹിബിറ്റഡ് ലാൻഡിൽ നിന്നാണെങ്കിൽ, അതുപോലെ തന്നെ നമ്മൾ പറിച്ച ഫ്ലവർ എന്ന് പറയുന്നത് സ്കെഡ്യൂൾ 8-ൽ പറഞ്ഞിരിക്കുന്ന പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ആണെങ്കിൽ നമ്മൾ ലീഗൽ കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ ബ്ലൂബെൽസ് പോലത്തെ പൂക്കൾ ഈ പ്രൊട്ടക്റ്റഡ് സ്പീഷീസിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അണ്ടർ സ്കെഡ്യൂൾ 8 ഓഫ് ദിസ് ആക്ട്. അപ്പൊ അങ്ങനത്തെ പൂക്കളൊക്കെ പറിച്ചു കഴിഞ്ഞാൽ ഫൈൻസും അല്ലെങ്കിൽ എന്തെങ്കിലും ലീഗൽ കോൺസിക്വൻസ് അല്ലെങ്കിൽ ആ ഒരു കൗൺസിൽ ആ ഒരു ലൊക്കാലിറ്റിയിലെ ബൈലോസ് അനുസരിച്ച് നമ്മൾ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വരും. ആൻഡ് അതർ തിങ് ഈസ് ദാറ്റ് നമ്മൾ മഷ്റൂംസോ ഫ്രൂട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെടികളോ നമ്മൾ പ്ലക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പിക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തെഫ്റ്റ് ആക്ട് 4 3 അനുസരിച്ച് ഡയറക്ട്ലി ലയബിൾ ആവത്തില്ല. പക്ഷെ നമ്മൾ പ്ലക്ക് ചെയ്ത ഐറ്റംസ് നമ്മൾ വിൽക്കുകയോ സെല്ല് ചെയ്യുകയോ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും റിവാർഡ് നമുക്ക് കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊമേഴ്ഷ്യൽ പർപ്പസിനോ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലീഗലി ലയബിൾ ആവും, കാരണം അതൊരു ഒഫൻസ് ആണ്. വി ആർ നോട്ട് അലൗഡ് ടു ഡു ദാറ്റ്. സോ കീപ് ദിസ് ഇൻ മൈൻഡ്, കാരണം ഇത് സ്പ്രിംഗ് സീസൺ ആണ്. സോ നമ്മൾ ഇല്ലീഗൽ ആയിട്ടൊന്നും ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക.